പാരമ്പര്യ കഥയനുസരിച്ച് 299 ഡയക്ലീഷ്യൻ ചക്രവർത്തിയും സഹഭരണാധികാരി ഗലേരിയൂസും ചേർന്ന് തങ്ങളുടെ ഭാവി അറിയാനുള്ള ഒരു വിജാതീയ പൂജ നടത്തുകയും ആ പൂജ പരാജയപ്പെടുകയും ചെയ്തു. ക്രൈസ്തവരാണ് അതിന് കാരണമെന്ന് കരുതിയ ഡയക്ലീഷ്യൻ അവർക്ക് നേരെ ക്രൂരമായ പീഡനമുറകൾ അഴിച്ചുവിട്ടു. നിരവധി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ട ആ അവസരത്തിൽ എങ്ങനെയോ പാൻക്രാസും ഡയക്ലീഷ്യന്റെ മുൻപിലെത്തി. സത്യദൈവത്തെ മറക്കാനും അന്യദൈവത്തെ ആരാധിക്കാനുമുള്ള ചക്രവർത്തിയുടെ ആജ്ഞയെ ആ 14കാരൻ ധൈര്യപൂർവ്വം നിരസിച്ചു. കോപിഷ്ഠനായെങ്കിലും ആ ബാലന്റെ ധൈര്യത്തിൽ ആകൃഷ്ടനായ അയാൾ നിരവധി സമ്പത്തും പദവികളും വാഗ്ദാനം ചെയ്തു. പക്ഷെ അതൊന്നും പാൻക്രാസിനെ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചില്ല. ശരീരം കൊണ്ട് ഞാൻ കുട്ടിയായിരിക്കാം, പക്ഷെ എന്റെ ഹൃദയം വളർച്ചയെത്തിയതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുണ്യത്താൽ നിങ്ങളുടെ ഭീഷണികളും ചുവരിൽ കാണുന്ന ഈ ചിത്രങ്ങളും എന്നിൽ മാറ്റമുണ്ടാക്കുന്നില്ല. ഈ ചിത്രങ്ങൾ സൃഷ്ടികളെ വഞ്ചിക്കുന്നവർ മാത്രമാണ്. ചക്രവർത്തിയുടെ മുഖത്തു നോക്കി ധീരതയോടെ പാൻക്രാസ് പറഞ്ഞു. ഈ ധിക്കാരം പൊറുക്കാൻ ചക്രവർത്തി തയ്യാറായിരുന്നില്ല. പാൻക്രാസിനെയും ഡെന്നിസിനെയും ശിരച്ഛേദം നടത്താൻ ഉത്തരവിട്ടു. അങ്ങനെ മെയ് 12-ാം തീയതി ഇരുവരും ക്രിസ്തുവിനോടുള്ള അചഞ്ചലമായ സ്നേഹത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ചു.